ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഇന്ന് പറയാനുള്ളത് ഒരു പുതിയ കഥയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ. വെറും ഫ്രണ്ട്ഷിപ്പ് അല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പ് കഥയാണ്. ഈ കഥ ആരംഭിക്കുന്നത് 3 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് സമയത്ത് ഇവിടെ US നാഷൻ വൈഡ് നടത്തിയ ഒരു ബ്യൂട്ടി പേജന്റിന്റെ സമയത്താണ്. അന്ന് അതിൽ മത്സരാർത്ഥികളായിരുന്ന കുറച്ചു പേര് ചേർന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആ ഫ്രണ്ട്ഷിപ്പ് വളരുന്നു. പക്ഷെ ഇവരാരും നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞ 3 വർഷമായിട്ട് നിലനിന്നിരുന്നു. അങ്ങനെ അവസാനം ഇവർ ഒരുമിച്ച് കാണാനായിട്ടുള്ള ഒരു പ്ലാൻ ഇടുവാണ്. ലാസ് വേഗസ് എന്ന അമേരിക്കയുടെ സുന്ദര നഗരത്തിൽ വെച്ച് കാണാനാണ് പ്ലാൻ. ഇതുവരെയാണ് കഥയുടെ ഫ്ലാഷ് ബാക്ക്. ഇനിയെല്ലാം ലൈവാണ്. ഹായ് ഗൈസ്, അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തി. രാവിലെ 3:46 ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട് എയർപോർട്ടിലേക്ക്. ജോയ്ക്ക് എന്നെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്ന് ജോലിക്ക് കയറാനുള്ളതാണ്. ഏതായാലും ഞാനൊരു കുപ്പി വെള്ളമൊക്കെ സെറ്റാക്കി അങ്ങനെ പോവാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരും പരസ്പരം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ ഓൺലൈനിൽ കൂടെ മീറ്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ശരിക്കും. എനിവേ ഞാനങ്ങനെ അവിടെ നിന്ന് ഫ്ലോറിഡയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ബോസ്റ്റണിൽ നിന്നും മറ്റൊരാൾ, പിന്നെ ന്യൂയോർക്കിൽ നിന്ന് വേറൊരാൾ, കാനഡയിൽ നിന്ന് വേറൊരാൾ. അങ്ങനെ ഞങ്ങൾ 4 പേരാണുള്ളത്. 4 പേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ്. ഞാനാണ് ആദ്യം ലാസ് വേഗസിൽ എത്തിയത് കേട്ടോ, എയർപോർട്ടിൽ. ബാക്കിയുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൈബായിരുന്നു. എല്ലായിടത്തും ഇങ്ങനെ ഗെയിം കളിക്കുന്നതും എല്ലാം എയർപോർട്ടിൽ തന്നെ ഉണ്ട്. ഇത് മറ്റൊരിടത്തും നമുക്ക് അമേരിക്കയിൽ കാണാൻ സാധിക്കില്ല, ലാസ് വേഗസിലല്ലാതെ. ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കാൻ വേണ്ടി എൻ്റെ എല്ലാ ക്യാമറയും സെറ്റ് ചെയ്തായിരുന്നു ഞാൻ ഇരുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്നതല്ലേ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒപ്പിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ. പക്ഷേ ഉച്ചവരെ ഞാൻ കാത്തിരുന്നിട്ടും ആളുകൾ എത്തിയെന്ന് പറയുന്നതല്ലാതെ എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെയാണ് മനസ്സിലായത് ഞങ്ങൾ വേറെ വേറെ ടെർമിനൽസിലാണ് എത്തിയതെന്ന്. പിന്നെ ഒരു തരത്തിൽ അന്വേഷിച്ച് പിടിച്ച് എത്തി. അപ്പോഴത്തേക്കും ക്യാമറയൊന്നും എടുക്കാൻ പറ്റിയില്ല. ഗ്രൂപ്പിലേക്ക് ഇടാനുള്ളത് എടുക്കട്ടെ. ഗേൾസ് അല്ലേ ഗൈസ്, ബൈ ഡിഫോൾട്ട് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്താലേ പറ്റൂ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിപ്പം പോകുന്നത് ഞങ്ങൾ താമസിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ഹിൽട്ടൺ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടേക്കാണ്. ഊബറാണ് ഞങ്ങൾ മോസ്റ്റ്ലി ഉപയോഗിച്ചത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഐശ്വര്യ പലതവണ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തപ്പലൊന്നും വേണ്ടി വന്നില്ല. എല്ലാ കാര്യത്തിനും ഐശ്വര്യ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ, പറഞ്ഞോളൂ. ഞാനോ എനിക്കിങ്ങനെ എടുക്കാൻ പോയി. നമ്മള് പോകുന്നത് ഓൾഡ് വേഗസ്, ഫ്രീമോണ്ട് സ്ട്രീറ്റില്. അപ്പൊ ഫുൾ ടൗൺ വൈബും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ലൈക്ക് ഓൾഡ് ഉണ്ട്, ന്യൂ ഉണ്ട്. നാളെ നമ്മൾ പോകുന്നതാണ് ന്യൂ വേഗസ്. ഓക്കെ, അതായത് ന്യൂ വേഗസ് പറഞ്ഞാൽ ഈ പറഞ്ഞ പുതിയ കാസിനോസ് ഒക്കെ എല്ലാം അവിടെയാണ്. സ്പിയർ, വെലാജിയോ, വെനീഷ്യൻ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സെറ്റായി. ഇപ്പൊ തന്നെ വൈകിട്ടായി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. നന്നായിട്ടൊന്ന് സെറ്റ് ആവുക, ഫ്രഷ് ആവുക, കുറച്ചേരം റെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വൈകുന്നേരം ഈ പറയുന്നത് ഓൾഡ് വേഗസ് വിസിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഹിൽട്ടണിൽ ചെന്ന് സെറ്റായി, ഞങ്ങൾ റെഡിയായി. റൂമിലേക്കുള്ള യാത്രയാണ് അടുത്തത്. അനു എങ്ങോട്ടാ? ഹായ്. അയ്യോ, പ്രിയനെ ഔട്ടാക്കിയോ? ആണോ? ബെഡ്റൂമിൽ എന്താ ചെയ്യാൻ പോണേ? എടാ, നമുക്ക് 4 പേർക്ക് ഇവിടെ കിടക്കാടാ. അയ്യോ, എടാ കാണിച്ചു കൊടുക്ക് ബാത്ത് ടബൊക്കെ. ലൈറ്റ് ഇവിടെ. രണ്ടുപേർക്ക് ഇറങ്ങി കിടക്കാം. ഇവിടെ നമ്മൾ
ഉണ്ട്. ഐസൊക്കെ വെക്കാനുണ്ടെങ്കിൽ വെച്ചോ. നല്ല ഇതാട്ടോ ബാത്റൂം ഒക്കെ. കണക്റ്റഡ് റൂംസ്. ഇവിടെ ഇങ്ങോട്ട് കയറാം. കൊള്ളാട്ടോ. എന്നാ നമ്മുടെ ബാത്റൂം നോക്കിയാ നമ്മുടെ ബെഡ്റൂം നോക്കി. ID കാർഡ് ഇല്ലേ വേറെ? എല്ലാവരും ചോദിക്കും. എല്ലാവരും ചോദിക്കുക. എല്ലാവരും അതിലൊന്നും എന്നെ കണ്ടാൽ 18 താഴെയാന്ന് പറയത്തില്ല. നമുക്ക് കുഴപ്പമില്ല. എടാ ദാറ്റ് ബെഡ് ഇസ് ഇനഫ് നമുക്ക് 3 പേർക്കും 4 പേർക്കും. ഇതാരാ ഇതുണ്ടോ അതെന്നാടാ? അത് കണക്റ്റിംഗ് റൂമാടാ. അടച്ചോ. അവര് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് ഡ്രസ്സപ്പ് ചെയ്ത് ഞങ്ങൾ വൈകുന്നേരത്തിൻ്റെ ലാസ് വേഗസിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇനി ഉള്ളത്. ആ കാഴ്ചയായിട്ട് നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.